പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, നാം പകുതി നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗങ്ങൾ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, സംഖ്യാപുസ്തകം 21-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, പൗലോസ് ശ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന 13-ാം വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന എന്ന പദപ്രയോഗം മനുഷ്യ അവതാരം ചെയ്ത യേശുവിലൂടെ ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്ന പൂർണ്ണ വെളിപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് 11-ാം വാക്യത്തിൽ ഞങ്ങൾ അറിയുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സംസാരിക്കുന്നു എന്ന് പറയുന്നതും യേശുവിലൂടെ നേരിട്ടുള്ള വെളിപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ 1:18 പറയുന്നത് പോലെ ദൈവപിതാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് വന്ന പുത്രൻ തമ്പുരാനാണ് ദൈവത്തെ നമുക്ക് നേരിട്ട് വെളിപ്പെടുത്തി തന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന വാക്യത്തിൽ മനുഷ്യപുത്രൻ എന്ന പ്രയോഗം ക്രൂശിതനും ഉത്ഥിതനുമായ കർത്താവിനെയും അവിടുത്തെ ആധികാരികതയെയും സൂചിപ്പിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന 14-ാം വാക്യത്തിലെ ആദ്യ ഭാഗത്തിന് ആധാരമായി നിൽക്കുന്നത് സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ട് യാത്രാമധ്യേ ജനം അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെ നമുക്ക് കരഗതമായ രക്ഷയെ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പറയുന്നത് പോലെ ദൈവപിതാവിൻ്റെ അനന്ത സ്നേഹം ഇതുവഴി വെളിപ്പെടുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല.
സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. യേശുവിൽ വിശ്വസിക്കാത്തതാണ് എല്ലാ തിന്മകൾക്കും അടിസ്ഥാന കാരണമെന്ന് ഇതുവഴി ശ്ലീഹ വെളിപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യോസുകാർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലൂടെയും സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞ ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവത്തിലേക്കും യേശുവിലൂടെയുള്ള രക്ഷയുടെ അനുഭവത്തിലേക്കുമാണ് നമ്മെ ക്ഷണിക്കുന്നത്. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാം മരുഭൂമിയിൽ വച്ച് ചിതറിക്കപ്പെട്ടു. അവരെപ്പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാണ്. അവരിൽ ചിലരെപ്പോലെ നിങ്ങൾ വിഗ്രഹാരാധകരും ഭോജനപ്രിയരും വ്യഭിചാരം ചെയ്യുന്നവരും ആകരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കുകയോ അവർ പെറുപെറുത്തതുപോലെ നാം ദൈവത്തിനെതിരെ പെറുപെറുക്കുകയോ ചെയ്യരുത്. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. എല്ലാ തിന്മകളും വെറുത്തുപേക്ഷിച്ച് അടിയുറച്ച വിശ്വാസത്താലും ആഴമായ ദൈവസ്നേഹത്താലും ക്രൂശിതനിലേക്ക് നോക്കി പ്രലോഭനങ്ങളെ ജയിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരാനാണ് ശ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് നാം ശ്രവിച്ച ഈ തിരുവചന ഭാഗങ്ങൾ നൽകിയ സന്ദേശങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ വീക്ഷണത്തിൽ യേശുവിൽ വിശ്വസിക്കാത്തതാണല്ലോ കർത്താവേ എല്ലാ തിന്മകൾക്കും അടിസ്ഥാന കാരണം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവമേ, അങ്ങേ അനന്ത സ്നേഹത്തിലൂടെ പ്രത്യുത്തരം നൽകാൻ ഞങ്ങളെ സഹായിച്ചാലും. ഞങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്ന യേശു തമ്പുരാനെ, ഞങ്ങളെല്ലാ തിന്മകളും ഉപേക്ഷിച്ച് അങ്ങിൽ വിശ്വാസമർപ്പിച്ച് അങ്ങ് ഞങ്ങളോട് കാട്ടിയ അനന്ത സ്നേഹത്തിലൂടെ പ്രത്യുത്തരം നൽകി രക്ഷയുടെ അനുഭവത്തിലേക്കും ജീവൻ്റെ സമൃദ്ധിയിലേക്കും ഞങ്ങൾ സ്വയം വളരാനും സകലരെയും അങ്ങയിലേക്ക് ആകർഷിച്ചടുപ്പിക്കാനും ഞങ്ങളെ സഹായിച്ചനുഗ്രഹിച്ചാലും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.